നമസ്കാരം. പലപ്പോഴും നമ്മൾ ആലോചിക്കുന്ന കാര്യമാണ്, ഒരു രോഗിക്ക് ഒരു തരത്തിലുള്ള ആർത്രൈറ്റിസ് ഉണ്ടെങ്കിൽ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു തരത്തിലുള്ള വാതരോഗം ഉണ്ടെങ്കിൽ തന്നെ അത് ബുദ്ധിമുട്ടാണ്. ഫോർ എക്സാമ്പിൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസോ അല്ലെങ്കിൽ സ്ക്ലിറോഡെർമയോ ഏതെങ്കിലും ഒരു SLE ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അത് വളരെയധികം നമ്മുടെ സന്ധികൾക്ക് വേദന ഉണ്ടാക്കും, ബാക്കി അവയവങ്ങളെ ബാധിക്കും. അത് വളരെയധികം ബുദ്ധിമുട്ടാക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ വാതരോഗങ്ങളുണ്ടെങ്കിലോ, കുനിമ കുരു പോലെ അല്ലെങ്കിൽ ഇടിവെട്ടിയെ പാമ്പ് കടിച്ചു എന്ന് പറയുന്ന പോലെ ഒന്നിൽ കൂടുതൽ വാതരോഗങ്ങൾ ഉണ്ടാകുന്ന കുറച്ച് ആളുകളുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ റുമറ്റോയ്ഡ് ആമവാദമുണ്ട്, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉണ്ട്, കൈകളിൽ വേദനയുണ്ട്, കൈ മടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് SLEയുടെ മാനിഫെസ്റ്റേഷൻസ് വരും. SLE എന്ന് വെച്ചാൽ ലൂപ്പസ്, സിസ്റ്റമിക് ലൂപ്പസ് എന്ന് പറയും. അതിൽ നമുക്ക് അറിയാം കിഡ്നിയെയും ഹാർട്ടിനെയും ലങ്സിനെയൊക്കെ ബാധിക്കുന്ന, ബ്രെയിനിനെയൊക്കെ ബാധിക്കുന്ന അസുഖമാണ്. അപ്പോൾ ഈ രണ്ടിൻ്റെ ലക്ഷണങ്ങളുള്ളപ്പോൾ കുറച്ച് രണ്ടും മാനേജ് ചെയ്യണം. നമ്മൾ ഒരു സൈഡ് റുമറ്റോയ്ഡ് മാനേജ് ചെയ്യണം, അത് സൈഡിൽ SLE മാനേജ് ചെയ്യണം. അതിനെയാണ് റൂപ്പസ് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെയുള്ളവർ ഓവർലാപ്പ് സിൻഡ്രോം എന്ന് വിളിക്കുന്നത്. അതായത് രണ്ട് അസുഖങ്ങളുടെയും ലക്ഷണങ്ങൾ ഒരാൾക്കുണ്ട്. അതുപോലെയുള്ള വേറെ കുറേ അസുഖങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ ഉള്ളൊരു പ്രധാനപ്പെട്ട അസുഖമാണ് MCTD. നമ്മുടെ ചാനലിലൊക്കെ പല ദിവസങ്ങളിലും മിക്സ്ഡ് കണക്റ്റിവിറ്റി ഡിസീസ് എന്ന് പറയും. അതായത് ഫുള്ള് രണ്ട് അസുഖങ്ങളുടെ കാണത്തില്ല, എല്ലാത്തിൻ്റെയും കുറച്ച് ഒരു ലക്ഷണങ്ങളുള്ള ഒരു രോഗാവസ്ഥയാണ് MCTD. ഈ MCTD ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പലപ്പോഴും വേറെ അസുഖമായിട്ട് തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. കാരണം ഇവർക്ക് ഒന്ന് സന്ധികളിൽ വേദന കാണും, രണ്ട് സ്കിന്നിൽ തിക്നെസ് കാണും. അതായത് സ്ക്ലിറോഡെർമയുടെ കുറേ ഫീച്ചേഴ്സ് കാണും. MCTD എന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും കേരള സ്ക്ലിറോഡെർമ ക്ലിനിക്കിലാണ് കാണുന്നത്. അപ്പോൾ കുറച്ച് സ്കിന്നിൽ ചേഞ്ച് കാണും. അത് സ്ക്ലിറോഡെർമ പോലെ സ്കിന്നിൽ കളർ ചേഞ്ച് വരും, പ്രശ്നങ്ങൾ വരും. കൈക്ക് തണുത്ത വെള്ളത്തിൽ പോകുമ്പോൾ നീലക്കളർ, റെയ്നോൾഡ്സ് ഫിനോമിനൻ എന്ന് പറയും. തണുത്ത വെള്ളത്തിൽ ഇട്ട് കഴിയുമ്പോൾ കൈ വെള്ളയാകുകയും നീലയാകുകയും ചെയ്യും. അതുപോലെ സന്ധികളിൽ വേദന കാണും, സ്കിന്നിന് തിക്നെസ് കൂടുതലായിരിക്കും. അതുപോലെ എഴുന്നേൽക്കുമ്പം മസിൽസിൽ നല്ല വേദന കാണും, മയോസൈറ്റിസ് പോലെ കാണും. അതുപോലെ അവർക്ക് ലങ്സിനെ ബാധിക്കാം. സ്ക്ലിറോഡെർമ ഉള്ളതുപോലെ തന്നെ ഇവർക്ക് ലങ്സിനെ ബാധിക്കാം, ഹാർട്ടിനെ ബാധിക്കാം. അതുകൊണ്ട് ഇത് പല അവയവങ്ങളെയും ബാധിക്കുന്നത്. അപ്പോൾ പലപ്പോഴും ഇവർ തുടങ്ങുന്ന ചെറിയ സന്ധികളിൽ വേദനയായിട്ടായിരിക്കും, ബാക്കിയെല്ലാം വളരെ സട്ടിൽ ഫീച്ചേഴ്സ്, ചെറിയ രീതിയിലുള്ള ഫീച്ചേഴ്സ് ആയിരിക്കും. അപ്പോൾ MCTD ഉണ്ടോ എന്നുള്ളതിന് ഒരു പ്രധാനപ്പെട്ട ക്ലൂ എന്ന് പറയുന്നത് റെയ്നോൾഡ്സ് ആയിരിക്കും. കയ്യിൽ നീലക്കളർ വരും, തണുത്ത വെള്ളത്തിലൊക്കെ പോകുമ്പോൾ കയ്യിൽ നീലക്കളർ വരും. സ്ക്ലിറോഡെർമ പോലെ നീലക്കളർ വന്നിട്ട് കൈയുടെ അഗ്രങ്ങൾ പൊട്ടുന്നു. അതാണ് വേറൊരു ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം. അത് കൂടാതെ ഇങ്ങനെ ഈ ലക്ഷണങ്ങളുണ്ടായിട്ട് നമ്മൾ വരുമ്പോൾ നമ്മൾ യൂഷ്വലി ESR കൂടുതലായിരിക്കും. അത് കൂടാതെ U1RNP എന്ന് പറയുന്ന ഒരു ആൻറ്റിബോഡി പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ U1RNP പോസിറ്റീവായിട്ട് സന്ധികളിൽ വേദന ഉണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുക? അത് ലങ്സിനോ ഹാർട്ടിനോ ബാധിച്ചിട്ടോ നമ്മൾ PFT ചെയ്ത് നോക്കണം. അത് എക്കോ ഇടയ്ക്കിടയ്ക്ക് 3 മുതൽ 6 മാസം ചെയ്ത് നോക്കണം. അതുപോലെ ചിലപ്പോൾ അത് കിഡ്നിയെ ബാധിക്കാൻ സാധ്യത, അത് കിഡ്നിയുടെ യൂറിനും നമ്മൾ നോക്കണം. അപ്പോൾ MCTD എന്ന് പറഞ്ഞ അസുഖം ഓൾമോസ്റ്റ് ബിഹേവ് ചെയ്യുന്നത് സാധാരണ ബഹുഭൂരിഭാഗം ആളുകളിലും സാധാരണ അതിൻ്റെ ഒരു ക്ലിനിക്കൽ കോഴ്സ് എന്ന് നമ്മൾ പറയുന്നത് സ്ക്ലിറോഡെർമ പോലെ ആയിരിക്കും. അതുകൊണ്ട് ഇവർക്ക് ട്രീറ്റ്മെൻറ്റ് നോക്കുമ്പോൾ സ്ക്ലിറോഡെർമ പോലെ തന്നെയാണ് നമുക്ക് ഇവർ ട്രീറ്റ് ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് പലപ്പോഴും ചെറിയ ലക്ഷണങ്ങളെ കാണത്തുള്ളൂ. അത് സന്ധികളിലെ വേദനയോ അല്ലെങ്കിൽ കൈക്ക് ചെറിയ റെയ്നോൾഡ്സേ കാണത്തുള്ളൂ. പക്ഷേ ഇവർക്ക് ആന്തരിക അവയവങ്ങളെ കയറി ഈ അസുഖം പിടിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഇവർ കറക്റ്റായിട്ട് സമയത്ത് നമ്മൾ മോണിറ്റർ ചെയ്യണം. അത് നല്ല റുമറ്റോളജിസ്റ്റ് കറക്റ്റ് ഫോളോ അപ്പ് ചെയ്ത് അറ്റ്ലീസ്റ്റ് 6 മന്ത്ലി എങ്കിലും ഒരു പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റും ഒരു ഹാർട്ടിൻ്റെ പ്രഷർ കൂടുന്ന എക്കോ ഒക്കെ കറക്റ്റായിട്ട് ചെയ്ത് നോക്കി പോയില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ കോംപ്ലിക്കേഷനിൽ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവർ MCTDയുടെ ഒരു ട്രീറ്റ്മെൻറ്റിനെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും സ്ക്ലിറോഡെർമയുടെ ട്രീറ്റ്മെൻറ്റുമായിട്ട് വളരെ സിമിലറാണ്. ഒന്ന്, തണുത്ത വെള്ളത്തിലൊക്കെ പോകുന്നത് കഴിയുന്നത് അവോയ്ഡ് ചെയ്യുക. ഒന്ന്. രണ്ട്, ഇവർക്ക് ഹാർട്ടിനോ ലങ്സിനോ ബാധിച്ചിട്ടുണ്ടെങ്കിൽ മൈക്കോഫെനിൽ MMF പോലെയുള്ള മരുന്നുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഹാർട്ടിൻ്റെ പ്രഷറും കുറയും, ലങ്സിൻ്റെ നീർക്കെട്ടും കുറയും. അതുപോലെ സന്ധികളിൽ വേദന ഉണ്ടെങ്കിൽ മെത്തോട്രെക്സേറ്റോ അല്ലെങ്കിൽ റിട്ടുക്സിമാബ് പോലെയുള്ള മരുന്നുകളുണ്ട്. അതുകൊണ്ട് MCTD ആണ് ഒരു കണക്റ്റീഷ്യസിൻ്റെ ഓവർലാപ്പ് ഉണ്ട്. ഇത് രണ്ടിൻ്റെയും മാനിഫെസ്റ്റേഷൻസ് ഉണ്ട്. രണ്ട് രോഗത്തിന് ലക്ഷണമുണ്ട്. അല്ലെങ്കിൽ പല മാനിഫെസ്റ്റേഷൻ ഉണ്ടെന്ന് വെച്ചാൽ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. MCTD എന്ന് പറയുന്നത് ബേസിക്കലി നോക്കുമ്പോൾ SLEയേക്കാളും സ്ക്ലിറോഡെർമയെക്കാളും ഒക്കെ കുറച്ചുകൂടി എളുപ്പത്തിൽ ട്രീറ്റ് ചെയ്ത് അത് വരുതിയിൽ വരുത്താൻ സാധിക്കുന്ന അസുഖം. അത്രയും തീവ്രമല്ല. ഓൺലി തിങ് ഈസ് നമ്മൾ സമയത്തിന് കണ്ടുപിടിക്കണം. അത് പലപ്പോഴും സമയത്തിന് കണ്ടുപിടിച്ചില്ലെങ്കിലാണ് പലപ്പോഴും വഷളാകുകയും രോഗിയുടെ ഒരു ആരോഗ്യത്തിനൊക്കെ ജീവിതമൊക്കെ ഭീഷണിയാകുകയും ചെയ്യുന്നത്. അല്ലെങ്കിൽ കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്ന SLEയേക്കാൾ സ്ക്ലിറോഡെർമയേക്കാളും കുറച്ചുകൂടി മൈൽഡായിട്ടുള്ള ഒരു വാതരോഗമാണ് MCTD. അതുകൊണ്ട് രണ്ട് വാതരോഗമുണ്ട്, മൾട്ടിപ്പിൾ വാതരോഗമുണ്ടെന്ന് വെച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും ഇല്ല.